ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ശരത്തിനെ ഉപദ്രവിച്ചത് സച്ചിയാണെന്നുള്ള വിചാരത്തിൽ ആകെ മൊത്തം സച്ചിയോട് ദേഷ്യത്തിലാണ് കേട്ടോ രേവതി. സച്ചിയും രേവതിയും തമ്മിൽ ഭയങ്കര പിണക്കാണ്. എന്നാൽ സച്ചിക്കാണെങ്കിൽ സത്യം രേവതിയോട് തുറന്നു പറയാനും പറ്റുന്നില്ല. അങ്ങനെയായാൽ സച്ചി വിചാരിക്കുന്നത് ശരത്ത് അമ്മയുടെ പണം മോഷ്ടിച്ചെന്നൊക്കെ പറയുമ്പം അത് രേവതിയെ ബാധിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ പറയാതിരിക്കുന്നത്. എന്നാൽ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ നമ്മുടെ ശ്രുതിയുടെ ഒരു കള്ളത്തരം പൊളിയാണ് കേട്ടോ. ഒരു വലിയ കള്ളത്തരം തന്നെയാണ് കേട്ടോ. ശ്രുതിക്ക് ഒരു കുട്ടിയുണ്ടെന്നുള്ള വിവരം സച്ചിയും രേവതിയെ അറിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഇത് അറിയുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം രേവതി വീട്ടിലുണ്ട്. ആ സമയത്ത് ശ്രുതി എവിടെയുണ്ട്. ശ്രുതി പെട്ടെന്ന് തല കറങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തല കറങ്ങി വീഴുന്ന കാണുമ്പം രേവതി ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, അത് വല്ലാതെ തല കറങ്ങി വീഴുന്നു, വൊമിറ്റ് ചെയ്തു, ആകപ്പാടെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ അവിടെ ബോധം കെട്ട് വീഴുകയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ആരുമില്ല, ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ശ്രുതി ബോധം കെട്ട് വീണിരിക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് സച്ചിയാണ് ഇവിടെ വരെ വരണമെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കങ്ങ് നേരമില്ല, ആ ഫ്രോഡ് അവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ, ഞാൻ വരാനൊന്നും പോകുന്നില്ല, എനിക്ക് വേറെ ഓട്ടോ ഉണ്ട്, നീ വേറെ വല്ല പണിയും നോക്ക്. അപ്പോൾ രേവതി പറയാണ്, എന്താ സച്ചിയേട്ടാ എങ്ങനെയൊക്കെ പറയാതെ, സച്ചിയേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ, അല്ലെങ്കിലും ഒരു മനുഷ്യ ജീവനല്ലേ, എന്താ പറ്റി ഏതാണെന്ന് അറിയില്ല, ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഒന്ന് പെട്ടെന്ന് വാ സച്ചിയേട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ശ്രുതിക്ക് നീ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായി തീരുമെന്ന് അറിയോ എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പെട്ടെന്ന് ഏതായാലും വരികയാണ് കേട്ടോ. സച്ചി വന്ന് സച്ചിയും രേവതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ശ്രുതിയാണെ ആകെ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർമാർ പരിശോധിക്കുകയാണ് ശ്രുതിയെ. സച്ചിയും രേവതിയും വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, നിനക്ക് വേറൊരു പണിയില്ലായിരുന്നോ, നിന്നോട് അവൾ എന്തുമാത്രം ദ്രോഹം ചെയ്തു, അവളെ എന്തിനാ നീ പൊക്കിപ്പിടിച്ചിപ്പോൾ കൊണ്ടുവരാനായിട്ട് എന്നെ വിളിച്ചത്, ഞാൻ അവിടെ ഇങ്ങ് നിൽക്കില്ലായിരുന്നോ. അപ്പോൾ രേവതി പറയാ, എന്താ സച്ചിയേട്ടൻ ഇങ്ങനെ പറയുന്നത്, നമ്മളിങ്ങനെ മനുഷ്യത്വം ഇല്ലാതായ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം, നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് ഇങ്ങനൊരവസ്ഥയിലാണോ അതിന് പകരം വീട്ടേണ്ടത്, ഒരു ജീവൻ പോലും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിൽ. അപ്പോൾ സച്ചി പറയാം, ഓ നീ ഒന്നും മിണ്ടാതിരിക്കും, ഒരു പുണ്യാളത്തി. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടറെ, എന്താ പ്രശ്നം എന്താ. അപ്പോൾ ഡോക്ടർ പറയാണ്, അത് പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഗൈനക്കോളജിയിലൊന്ന് കാണിച്ചോളൂ എന്ന് പറയുകയാണ്. ഗൈനക്കോളജിയിലോട്ട് ഞങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുക. അങ്ങനെ ശ്രുതിയെ ഗൈനക്കോളജിസ്റ്റ് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ രേവതി സച്ചിയും കൂടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, എന്താ ഗൈനക്കോളജിസ്റ്റൊക്കെ തലകറങ്ങി വീണെന്നല്ലേ പറഞ്ഞത്, ഇനി അവർക്ക് എന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ടായിരിക്കും, വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ. അപ്പോൾ രേവതിയും പറയാം, ചിലപ്പോൾ അതായിരിക്കും, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തല കറങ്ങി വീണതും മനമറിച്ചിലും ബോധക്ഷയവും ഒക്കെ ഉണ്ടായത്. എന്തായാലും ഒരു നല്ല കാര്യമാവും, ഇതറിയുമ്പം എല്ലാവർക്കും സന്തോഷമാവും. അപ്പം സച്ചി പറയാം, എനിക്കത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല, അവരുടെ ഒരു കാര്യത്തിലും സന്തോഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ രേവതി ചെന്നിട്ട് ചോദിക്കുക, എന്താ ഡോക്ടർ, ശ്രുതിക്ക് എന്താ, എന്ത് പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത് പ്രശ്നമൊന്നുമില്ലെന്നേ, നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്, അത്രേ ഉള്ളൂ എന്ന് പറയാനും. അപ്പോൾ രേവതിക്ക് സന്തോഷമാവാണ്. രേവതി പറയാം, അങ്ങനെയാണോ ഡോക്ടർ, വളരെ സന്തോഷമായല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ശരിയാണ്, വളരെ സന്തോഷമായി, പക്ഷേ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ രേവതി ചോദിക്കുക, എന്താ ഡോക്ടർ, എന്താ പ്രശ്നം, അല്ല ഈ കുട്ടിയുടെ ആദ്യത്തെ ഡെലിവറിയും ഇതുപോലെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് രേവതിയും സച്ചിയും ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ രേവതി പറയാണ്, ഇല്ല ഡോക്ടർ, ഈ കുട്ടിയുടെ ആദ്യത്തെ പ്രസവമാണ്, അല്ലാതെ ഇതിനു മുമ്പ് ഇല്ല, വിവാഹം കഴിഞ്ഞ് ഇത് ആദ്യത്തെയാണ് എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ രേവതിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ നോക്കണ്ട, എന്നെ നിന്ന് മറച്ചു വെക്കാനും നോക്കണ്ട, ഈ കുട്ടിയുടെ ആദ്യത്തെ പ്രസവം അല്ല ഇതിനു മുമ്പ് ഒരു ഡെലിവറി നടന്നിട്ടുണ്ട്, ഞാൻ എത്രയോ പേരെ ഓരോ ദിവസവും പരിശോധിക്കുന്ന, എനിക്കതൊക്കെ കണ്ടാൽ അറിഞ്ഞൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി സച്ചിയെ ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡോക്ടർ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഇവള് പ്രസവിച്ചതാണോ, ചിലപ്പോൾ ആയിരിക്കും, ഇവളും പേരും കള്ളിയല്ലേ, അവൾ പ്രസവിച്ചതായിരിക്കും. അപ്പോഴേക്കും രേവതി പറയാണ്, സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക, സത്യാവസ്ഥ അറിയാതെ നമ്മൾ പറയരുത്, ഡോക്ടർ ചോദിക്കട്ടെ ശ്രുതിയോട് തന്നെ, ശ്രുതി കാര്യങ്ങളൊക്കെ പറയട്ടെ.
അപ്പോൾ സച്ചി പറയാണ്, എന്ത് കാര്യം പറയാനാ, ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല, ഇവള് ഫ്രോഡാണ്, ഇവളും ഇവളുടെ ഭർത്താവും ഫ്രോഡാണ് എന്ന് പറയാണ്. അപ്പം ഉടനെ രേവതി പറയാ, അങ്ങനെയൊക്കെ പറയാതെ സച്ചിയേട്ടാ, സച്ചിയേൻ്റെ ചേട്ടനല്ലേ എന്ന് പറയാണ്. ചേട്ടൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഇവള് പ്രഗ്നൻ്റ് ആയത് സത്യമാണ്, പക്ഷേ ഇതിനു മുമ്പ് ഒന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞത് അതും സത്യമായിരിക്കും, ഇവളാ കുഞ്ഞിനെ എന്ത് കാണിച്ചു വാ. അപ്പോൾ രേവതി പറയാം, മിണ്ടാതിരിക്കും സച്ചിയേട്ടാ, സത്യം അറിയട്ടെ എന്നിട്ടല്ലേ വല്ലതും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയോട്, നിങ്ങളുടെ ആദ്യത്തെ ഡെലിവറി എത്ര നാൾ മുമ്പായിരുന്നു? പെട്ടെന്ന് ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവാണ്. ശ്രുതി ഇങ്ങനെ കണ്ണ് തള്ളിയിരിക്കുക. സച്ചിയും രേവതി ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്താ ഡോക്ടർ, അല്ല ഞാൻ ചോദിച്ചാൽ മനസ്സിലായില്ലേ, ഫസ്റ്റ് ഡെലിവറി എത്ര നാൾ മുമ്പാണ്, ഇതിപ്പോൾ എത്ര ഗ്യാപ്പിലാണ് ഈ ഡെലിവറി എന്ന് ചോദിച്ചത്. അപ്പോൾ ശ്രുതി പറയാം, ഇല്ല എനിക്ക് ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇത് ഫസ്റ്റാണ് ഡോക്ടർ. അപ്പോഴേക്കും ഉടനെ തന്നെ ഡോക്ടർ പറയാണ്, നിങ്ങളെന്നെ പറ്റിക്കാൻ നോക്കുകയൊന്നും വേണ്ട, ഞാൻ ദിവസം എത്ര പേഷ്യൻസിനെ കാണുന്നതാണെന്ന് നിങ്ങൾക്കറിയാവോ, എത്ര ഡെലിവറി നടത്തുന്നതാണെന്നറിയാവോ, നിങ്ങളുടെ സെക്കൻഡ് ഡെലിവറിയാണ്, ഇത് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതും നിങ്ങളെ പരിശോധിച്ചതും ഒക്കെ. പിന്നെ നിങ്ങളിപ്പം ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, സത്യം നിങ്ങൾ എന്നോട് തുറന്ന് പറയണം, ഇല്ല ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇപ്പം തൊട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ ശ്രുതിക്കൊന്നും മിണ്ടാനില്ല കേട്ടോ. സച്ചിയും രേവതിയും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതി പറയാണ്, അത് ഡോക്ടർ നിങ്ങൾ പറ, എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് പറ. അപ്പോൾ ശ്രുതിക്കൊന്നും പറയാനില്ല, എത്ര വയസ്സായി കുഞ്ഞിനെന്ന് പോലും പറയാനില്ല. അപ്പോഴേക്കും സച്ചിയെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് വെളിയിലോട്ട് നിന്നേ, ഞാൻ ഈ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇത് എന്താ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി സത്യമൊക്കെ പറയുന്നുണ്ട്, എത്ര ഗ്യാപ്പുണ്ടെന്നും ആദ്യത്തെ കുട്ടി വിവാഹത്തിന് മുമ്പുള്ളതാണെന്നും ഒക്കെ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സച്ചിൻ രേവതിയും വെളിയിൽ നിന്നിട്ട് കേൾക്കുകയാണ് കേട്ടോ. കേട്ട് കഴിയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം കൊണ്ട് ജോലിക്കാണ്. സച്ചി പറയുന്നുണ്ട്, അവൾ അവിടെ കിടന്ന് ചാവില്ലായിരുന്നോ, കണ്ടില്ലേ പേരും കള്ളി, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ അവൾ നേരത്തെ ഒന്ന് പ്രസവിച്ചതാണെന്ന്, എത്രയോ വർഷം മുമ്പ്, ആ കുഞ്ഞ് എവിടെയാണോ വാ ആർക്കറിയാം. എന്നിട്ട് അവളതൊന്നും പറയാതെ എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ കയറി കൂടിയത്. അവൾക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞു, എന്നിട്ടിപ്പം അതൊന്നും ഇല്ലല്ലോ. അതുപോലെ പല കാര്യങ്ങളും അവൾ പറഞ്ഞു, എന്നിട്ട് അതുവല്ലോ ഇപ്പോൾ ഉണ്ടോ, ഒന്നുമില്ല. ഇതും അതുപോലെ തന്നെ, അവൾക്ക് ആദ്യം ഉണ്ടായ കുഞ്ഞിനെ അവളെ എന്ത് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടായിരുന്നു എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് വന്ന് കയറിയപ്പോൾ അമ്മയൊക്കെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയായിരുന്നു. എന്തായിരുന്നു കളികൾ. അപ്പോൾ രേവതി പറയുന്നത്, സച്ചിയേട്ട ഒന്നും മിണ്ടാതെ ഇവിടെ വെച്ചിങ്ങനെ ബഹളം വയ്ക്കാതെ, ഇതൊരു ആശുപത്രിയല്ലേ. അപ്പോഴേക്കും ശ്രുതിയെ വിടുകയാണ് കേട്ടോ ഡോക്ടർ. എന്നിട്ട് സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട്, അത് ഈ കുട്ടിയുടെ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഈ കുട്ടിയുടെ ഹസ്ബൻഡുമായിട്ട് വന്ന് ഇവിടെ കാണാൻ പറയണം ഡോക്ടറെ. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഒരുപാട് കട്ടികളൊക്കെ ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്, അതുപോലെ ഒരുപാട് ടെൻഷനൊന്നും അടിക്കരുത്, നല്ല ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ കൈ ഞെരട്ടി ഇങ്ങനെ പിടിക്കുകയാണ്. ശ്രുതിയാണെ കരഞ്ഞ് പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുക. എന്നിട്ട് ശ്രുതിയെ വിടുകയാണ് കേട്ടോ രേവതിയുടെയും സച്ചിയുടെയും കൂടെ. അപ്പോൾ ശ്രുതി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വണ്ടി കയറാൻ ഇങ്ങനെ പോകുമ്പോഴേക്കും സച്ചി പറയാണ്, എങ്ങോട്ടാ മേഡം, എന്തിനാ എൻ്റെ വണ്ടി കയറാൻ വരുന്നത്. അപ്പോഴേക്കും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ സച്ചി പറയാണ്, നിന്നെപ്പോലെയുള്ള ഫ്രോഡ് എൻ്റെ വണ്ടിയിൽ കയറാൻ പറ്റില്ല, എൻ്റെ വണ്ടിയിലെന്നല്ല എൻ്റെ വീട്ടിലും കയറാൻ പറ്റില്ല. നീ വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചാണല്ലേ, നിൻ്റെ കുഞ്ഞ് എവിടെ, ജീവനോടെ ഉണ്ടോ അതോ ജീവനോടെ അതിനെ കുഴിച്ചിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് നീ മിണ്ടാതിരിക്കടി, ഇവളെ കാരണം അടിച്ച് പൊളിക്കുക ചെയ്യേണ്ടത് എന്ന് പറയാ. അപ്പോൾ രേവതിയും ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങളുടെ കുഞ്ഞ് എവിടെയാ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഡോക്ടർ ചോദിച്ചപ്പം മിണ്ടാതിരിക്കുന്നത് കണ്ടല്ലോ, ആ കുഞ്ഞ് എവിടെ, അത് ജീവനോടെ ഉണ്ടോ. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയണം, അത് ഞാൻ നിങ്ങളോട് സത്യമെല്ലാം പറയാം, ദയവേത് നിങ്ങൾ വീട്ടിലാരോടും ഇതൊന്നും പറയരുത്, ശ്രുതിയോടും ഇതൊന്നും പറയരുത്, എല്ലാ കാര്യത്തിനും പ്രശ്നം ഉണ്ടാക്കരുത്, ദയവേത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ കാര്യങ്ങളൊക്കെ പറയാം, എൻ്റെ കുഞ്ഞ് ജീവനോടെയുണ്ട്, അവനൊരു കുഴപ്പമില്ല, ഞാൻ തൽക്കാലത്തേക്ക് അത് മറച്ചു വെച്ചെന്നുള്ളത് സത്യം തന്നെയാണ്, എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങളോട് പറയാം, പക്ഷേ നിങ്ങൾ തൽക്കാലം ഇത് ആരോടും പറയരുത്, എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പി കരയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോഴേക്ക് സച്ചി പറയാണ്, കള്ളത്തരം കണ്ടില്ലേ പെരുങ്കള്ളി, അവൾ കൈ കൂപ്പി തൊഴുന്നു, നാണം കെട്ടവള് ഛേ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയെ കൊണ്ട് പോകുന്നൊക്കെ ഉണ്ട് സച്ചി. ആകെ മൊത്തം ഒരു ബഹളമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്